ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് 300 അംഗ പാർലമെന്റിൽ 185 സീറ്റുകളാണ് BNP കരസ്ഥമാക്കിയത്. BNP ചെയർമാൻ താരിഖ് റഹ്മാനായിരിക്കും പ്രധാനമന്ത്രി. വിനിത വിജി ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി നമുക്കൊപ്പം ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഒരു 18 മാസത്തെ മുഹമ്മദ് യൂനൂസ് സർക്കാരിന്റെ ഇടക്കാല സർക്കാരിന്റെ ഭരണത്തിന് ശേഷം ഇപ്പോൾ ബംഗ്ലാദേശ് വീണ്ടും ജനാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി 212 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 300 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 299 സീറ്റുകളിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 60% മുകളിൽ പോളിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 212 സീറ്റുകളും BNP പാർട്ടി നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ BNP പാർട്ടി നേതാവായ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകും. അദ്ദേഹം 17 വർഷത്തെ പ്രവാസ ജീവിതമായിരുന്നു. അദ്ദേഹം ലണ്ടനിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് തിരിച്ച് അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം അത് കൂടുതൽ ശക്തമാക്കുമെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുമെന്നും ഒക്കെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം അത് വളരെ നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താരിഖ് റഹ്മാൻ എന്നുള്ളത്. അതിൽ ഈ രണ്ടിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് BNP പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രധാന എതിരാളിയായ ജമാഅത്തെ ഇസ്ലാമി സഖ്യം ഏതാണ്ട് 68 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകം യുഗം, ഒപ്പം തന്നെ 2024 ഉണ്ടായ ബഹുജന പ്രക്ഷോഭം, അതിനുശേഷം അവാമി ലീഗ് പിന്നെ വലിയ നിരോധനമൊക്കെ ഏർപ്പെടുത്തുകയും അവാമി ലീഗിന്റെ പ്രധാനമന്ത്രിയെ പിന്നീട് അവിടെ നിന്നൊക്കെ മാറിയവർ ബംഗ്ലാദേശിൽ നിന്നൊക്കെ അവർക്ക് വിട്ടുപോകേണ്ടതുമൊക്കെയായി വരുന്നു. പിന്നാലെ ഇടക്കാല സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു. മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലേക്കുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തുന്നു. അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ BNP പാർട്ടി നേതാവായ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. താങ്ക് യു വിനിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.